ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് IPCയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഓൾറെഡി ഞാൻ എടുത്ത കുറേ പോർഷൻസ് ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്മോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയൊരു ക്ലാസ്സാണത്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സസ് ഞാൻ ഇടും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 34 ആയിട്ടാണ്. സെക്ഷൻ 34 എന്ന് പറയുന്നത് കോമൺ ഇൻറ്റൻഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കോമൺ ഇൻറ്റൻഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ കുറച്ച് ആൾക്കാരിങ്ങനെ ഒരുമിച്ച് ആലോചിച്ചിട്ട് ഒരു ക്രൈം ചെയ്യാനായിട്ട്, ഒരു ഒരു ക്രിമിനൽ ആക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി തീരുമാനിക്കുന്നു. എന്നിട്ട് അതിൽ ഒരാൾ ചെയ്താലും മതി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി, അതിൽ ബാക്കിയുള്ള എല്ലാവരും എന്താവുന്നു, കുറ്റം അല്ലെങ്കിൽ ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവർ അക്യൂസ്ഡായി മാറും. അതാണ് സെക്ഷൻ 34. അതായത് കുറച്ച് ആൾക്കാർ കൂടി തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് ഒരാൾ അതിൻ്റെ ഒരു ക്രിമിനൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോരുത്തരും ആ ക്രിമിനൽ ആക്ട് ചെയ്തതായി കണക്കാക്കപ്പെടും. അതാണ് കോമൺ ഇൻറ്റൻഷൻ. സെക്ഷൻ 34 ഓഫ് IPC ആണ് കോമൺ ഇൻറ്റൻഷൻ ഡീൽ ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. ഒന്ന്, ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ, അതായത് ഒരു കോമൺ കാര്യത്തിന്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷന് വേണ്ടിയിട്ടാണ് അവരൊരു സംഭവം ചെയ്തത്, ക്രിമിനൽ ആക്ട് ചെയ്തത്. എല്ലാവരും അതിന് ലയബിളാവും എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ രണ്ടുപേർ ഒരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, ഇവനെ കുത്തോ അല്ലെങ്കിൽ ദ്രോഹിക്കോ ഇടിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് അവർ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ക്രിമിനൽ ആക്ട് ചെയ്യാമെന്ന് തീരുമാനിച്ച് വെച്ചു. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ കുത്തിയാലും അതുപോലെ തന്നെ രണ്ടുപേരും ഒരുമിച്ച് കുത്തിയാലും രണ്ടുപേരും ചെയ്തതുപോലെ തന്നെയായിരിക്കും കണക്കാക്കുന്നത്. അതാണ് സെക്ഷൻ 34. ഇത് നിങ്ങൾ FIR ഒക്കെ നോക്കുമ്പോൾ മിക്ക കേസസിനും കൂടെ റെഡ് വിത്ത് 34 ഓഫ് IPC എന്ന് കാണും. സെക്ഷൻ 34 ഓഫ് IPC എന്ന് കാണും. അപ്പം നിങ്ങൾ എന്താണ് 34 നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇത് സംഭവം ഇതാണ്, ഇത്രയേ ഉള്ളൂ, കോമൺ ഇൻറ്റൻഷനാണ്. അപ്പോൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടുപേർ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടുപേരുടെ ഒരുമിച്ച് കൂടി ആലോചിച്ച് ചെയ്തതുകൊണ്ട് രണ്ടുപേരും അതിന് പ്രതികളായി മാറും. ഇനി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു തന്ന 2 ഇല്ലസ്ട്രേഷൻസ് ആണ്. ആ 2 ഇല്ലസ്ട്രേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒന്നെന്ന് പറയുന്നത് A എന്ന് പറയുന്ന ഇസഡിൻ്റെ വൈഫിൻ്റെ പരാമറാണ്. അപ്പോൾ ഇസഡിൻ്റെ സാധനം ഇസഡിൻ്റെ വൈഫ് അവരുടെ പരാമറിന് കൊടുത്തു, ജാരന് കൊടുത്തു. പരാമർ മീൻസ് ജാരൻ ഓർ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആൾ. അപ്പം അങ്ങനെ അയാൾക്ക് സാധനം കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് തെഫ്റ്റായിട്ട് മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ ബാഗാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞ് വേറൊരാളുടെ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് തെഫ്റ്റിൽ വരില്ല. അപ്പം തെഫ്റ്റിൽ വരാത്തതാണ് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലസ്ട്രേഷൻ എപ്പോഴും തെഫ്റ്റിൽ നിന്ന് ഒരെണ്ണം ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, പൊസഷൻ എന്ന് പറയുന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓണർഷിപ്പിനേക്കാൾ ഉപരി ആരുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത്, പൊസഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓണർഷിപ്പിനേക്കാൾ ഉപരി. അതാണ് ഈ ഇല്ലസ്ട്രേഷൻ Jയും Kയും ഭയങ്കരമായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് തെഫ്റ്റിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 378 ആണ് പറയുന്നത്. റോബറി 390 ആണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 378 തെഫ്റ്റിന് പറയുന്നത് 5 കാര്യങ്ങളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഞാൻ വീണ്ടും പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആയതുകൊണ്ടാണ്. തെഫ്റ്റിൽ ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ, മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, ഔട്ട് ഓഫ് ദി പൊസിഷൻ ആയിരിക്കണം, കൺസെൻറ്റ് പാടില്ല, മൂവ്സ് ദാറ്റ് പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി ജസ്റ്റ് മാറ്റി വെച്ചാൽ മതി, അത് തെഫ്റ്റായിട്ട് മാറും. അപ്പോൾ ഈ 5 കാര്യങ്ങളുണ്ടെങ്കിൽ തെഫ്റ്റാണ്. ഈ റോബറി എന്ന് പറയുമ്പോൾ അതിലെന്ത് വരും, വെൻ തെഫ്റ്റ് ബിക്കംസ് റോബറി എന്ന് പറഞ്ഞ സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പം തെഫ്റ്റ് എപ്പോഴാണ് റോബറി ആവുന്നത്, ആ സമയത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ഇൻറ്റൻഷനിൽ മാറ്റി വയ്ക്കുന്ന സമയത്ത്, തെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെത്തോ ഹർട്ടോ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഡെത്ത്, ഹർട്ട് അല്ലെങ്കിൽ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റിൻ്റെ ഫിയറോ ഉണ്ടാക്കുകയാണെങ്കിൽ അത് റോബറി ആയിട്ട് മാറും. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഞാൻ ഒന്നുകൂടെ പറയുന്നുള്ളൂ. എക്സ്റ്റോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ, അതുപോലെ ഒരാളെ ഫിയറിലേക്ക് വെക്കുക, അവർ ഇഞ്ചുറി കിട്ടുമെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഫിയർ ഓഫ് ഇഞ്ചുറി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഡിസോണസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ്, ആവശ്യമില്ലാത്ത രീതി കള്ളത്തരം പറഞ്ഞ് ഒരാളെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുക, ഒരു കാര്യം ചെയ്യാനായിട്ട് അയാളെ ഭയങ്കരമായിട്ട് അയാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നു, അതാണ്. പിന്നെ അതിൽ ഏത് പ്രോപ്പർട്ടിയും വരും, മൂവബിളും ഇമ്മൂവബിളും
അതുപോലെ വാല്യുബിൾ സെക്യൂരിറ്റിയും വരും. വാല്യുബിൾ സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം ആവാം, അത് സൈനോ സീലോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വാല്യുബിൾ സെക്യൂരിറ്റി ആക്കി മാറ്റാൻ പറ്റുന്നതാണ് വാല്യുബിൾ സെക്യൂരിറ്റി. അപ്പോൾ ഈ വാല്യുബിൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ വാല്യുബിൾ സെക്യൂരിറ്റി ഉദ്ദേശിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റോർഷനിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാല്യുബിൾ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫറോ അതൊക്കെ വാലിഡ് ആക്കുന്ന കാര്യമാണ് ഈ വാല്യുബിൾ സെക്യൂരിറ്റി. ഉദാഹരണത്തിന് ഭാഗപത്രം അല്ലെങ്കിൽ മുദ്രപത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ നിങ്ങളെ കൊണ്ട് സ്റ്റാമ്പ് ചെയ്ത് സൈൻ ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വാല്യുബിൾ പ്രോപ്പർട്ടി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോബറി എപ്പോഴാണ് എക്സ്റ്റോർഷൻ ആവുന്നത്? ഇങ്ങനെ എക്സ്റ്റോർഷൻ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഇൻസ്റ്റൻറ്റ് ഡെത്തോ ഹർട്ടോ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റോ ഫിയർ ഓഫ് ഇൻസ്റ്റൻറ്റ് ഹർട്ടോ ഡെത്തോ റോങ്ഫുൾ റെസ്ട്രെയിൻറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അത് റോബറി ആയിട്ട് മാറും. സെക്ഷൻ 390 ആണ് റോബറി പറയുന്നത്. സെക്ഷൻ 383 ആണ് എക്സ്റ്റോർഷൻ പറയുന്നത്. ഇത് സെക്ഷൻസ് ഓർത്ത് വെച്ചിരിക്കുക. ഇനി തെഫ്റ്റും എക്സ്റ്റോർഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, തെഫ്റ്റ് എപ്പോഴും എന്തിനേ ഉള്ളൂ, മൂവബിൾ പ്രോപ്പർട്ടിക്കേ ഉള്ളൂ. എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത് മൂവബിളും ഇമൂവബിളും അതുപോലെ വാല്യുബിൾ സെക്യൂരിറ്റി ഒക്കെ എക്സ്റ്റോർഷനിൽ വരും. തെഫ്റ്റ് ടേക്കിംഗ് എവേ ആണ്, അതേസമയം എക്സ്റ്റോർഷൻ ഡെലിവറിയാണ്. ഒരു സാധനം ഒരാളിൽ നിന്ന് നിർബന്ധിപ്പിച്ച് അയാളെ ഫോഴ്സ് ചെയ്ത് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങുകയാണ്, ഡെലിവറിയാണ് ചെയ്യുന്നത്. പിന്നെ തെഫ്റ്റിൽ വിത്തൗട്ട് കൺസെൻ്റ് ആണ്, എക്സ്റ്റോർഷനിൽ വിത്ത് അൺലോഫുൾ കൺസെൻ്റ് ഉണ്ട്, പക്ഷേ അയാളെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് അയാളെ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ച് വാങ്ങുന്നതാണ് എക്സ്റ്റോർഷൻ വിത്ത് അൺലോഫുൾ കൺസെൻറ്റ്. തെഫ്റ്റിൽ ഇഞ്ചുറിയുടെ ഒരു ഫിയറും ഇല്ല, അതേസമയം എക്സ്റ്റോർഷനിൽ ഫിയർ ഓഫ് ഇഞ്ചുറി ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡെക്കോയിറ്റിയും തെഫ്റ്റും തമ്മിലുള്ള, അല്ലെങ്കിൽ ഡെക്കോയിറ്റി റോബറി, ഡെക്കോയിറ്റി എന്ന് പറഞ്ഞ സെക്ഷൻ 391 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഡെക്കോയിറ്റിൽ എപ്പോഴും ഒരു റോബറി ഉണ്ടായിരിക്കണം. ആ റോബറി എന്ന് പറയുന്നത് 5-ൽ കൂടുതൽ ആൾക്കാർ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെക്കോയിറ്റി ആയിട്ട് മാറും. അത് 5-ൽ കൂടുതൽ ആൾക്കാർ കൺജോയിൻ്റ് ആയിട്ട് ഒരുമിച്ച് ചെയ്തിരിക്കണം. അപ്പോൾ മിനിമം നമ്പറാണ് 5, മാക്സിമം നമ്പർ എത്രയെന്ന് ഇല്ല. ഓക്കെ, റോബറിയും ഡെക്കോയിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് റോബറിയിലും ഡെക്കോയിറ്റിയിലും നമ്പർ ഓഫ് പേഴ്സണും കോമൺ ഇൻറ്റൻഷനുമാണ് വ്യത്യാസം വരുന്നത്. അതായത് ഇപ്പം 100 പേഴ്സൺസ് ഉണ്ട്, അവർ റോബറി ചെയ്യുകയാണ്, പക്ഷേ അവർ കൺജോയിൻ്റ് ആയിട്ടല്ല ചെയ്യുന്നതെങ്കിൽ അത് റോബറിയാണ്, അല്ലാതെ അത് ഡെക്കോയിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ, ഉദാഹരണത്തിന് നമ്മൾ പല കൊലക്കേസുകൾ കാണാറുണ്ടല്ലോ. ഒരു ഫേമസ് ഒരു സിനിമയുണ്ടായിരുന്നു, അതിൽ ഈ തമിഴ് സിനിമയാണ്. അതിൽ ഈ നോർത്ത് ഇന്ത്യൻ പീപ്പിൾ ഇങ്ങനെ ലോറിയിൽ വന്ന ആൾക്കാരെ ഡെക്കോയിറ്റിയാണ് അവിടെ. അപ്പോൾ ഡെക്കോയിറ്റി ഉദ്ദേശിക്കുന്നത്, ഞാൻ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഡെക്കോയിറ്റിയുടെ ഒരു ഹീനത മനസ്സിലാവുന്നത്. അത് ഒരുമിച്ച് ഇവർ പല വഴി കയറി ആ വീട്ടിലുള്ള എല്ലാവരെയും കൊന്ന് അവിടുത്തെ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ ഡെക്കോയിറ്റി. ഭയങ്കര എന്താ പറയുക, ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഡെക്കോയിറ്റി. അപ്പോൾ ഈ ഡെക്കോയിറ്റിയിൽ എപ്പോഴും അവർ ഒരുമിച്ച് കൺജോയിൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ റോബറിയിൽ കൺജോയിൻ്റ് ആയിട്ട് ചെയ്തില്ല. പിന്നെ എല്ലാ ഡെക്കോയിറ്റിയിലും ഒരു റോബറി ഉണ്ടാവും, പക്ഷേ എല്ലാ റോബറിയിലും ഒരു ഡെക്കോയിറ്റി ഇല്ല. ഓക്കെ, എവറി ഡെക്കോയിറ്റി ഈസ് എ റോബറി, ബട്ട് എവറി റോബറി ഈസ് നോട്ട് എ ഡെക്കോയിറ്റി. ഡെക്കോയിറ്റിയിൽ മിനിമം നമ്പർ 5 ആണ്, അതേസമയം റോബറിയിൽ മിനിമം നമ്പർ 1 ആണ്. ഒരാളെ മതി റോബറി ചെയ്യാൻ. പിന്നെ റോബറി എപ്പോഴാണ് ഡെക്കോയിറ്റി ആയിട്ട് മാറുന്നത്? നമ്പർ ഓഫ് പേഴ്സണേഴ്സ് 5 or more പ്ലസ് കൺജോയിൻ്റ് ആയിട്ട് ചെയ്യണം. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലും 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരും. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി തന്നെ മോഷ്ടിക്കാൻ സാധിക്കുമോ? പറ്റും. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു, നമ്മളിപ്പോൾ വാച്ച് ശരിയാക്കാൻ കൊടുത്തു, പക്ഷേ അയാൾ നമ്മൾ മുന്നത്തെ ഒരു വാച്ച് ശരിയാക്കിയിട്ട് അതിൻ്റെ പൈസ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പം ആ പൈസ കൂടെ തന്നാലേ നിങ്ങൾ ഈ വാച്ച് തിരിച്ചു തരുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, അത് നമ്മൾ പിന്നീട് അയാളുടെ കടയിൽ കയറി നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ വാച്ച് തിരിച്ചെടുക്കുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് എമൗണ്ടിങ് ടു തെഫ്റ്റായിട്ട് മാറും. എപ്പോഴും പൊസഷനാണ് നമ്മൾ തെഫ്റ്റിൽ നോക്കുന്നത്. ലാസ്റ്റിൽ ലീഗലി ആരുടെ പൊസഷനിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ഇതുപോലത്തെ കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.